വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ. ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിനായി ഞാൻ എടുത്തേക്കുന്നത് 250 ഗ്രാം പീസ് പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം കുക്കറിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വേവിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് ചീര കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം കേട്ടോ. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ഇനി ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണേ. ഇനി ഇത് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി 2-3 വെളുത്തുള്ളി ഇടാം. അതിന് നുള്ള് ജീരകവും അതേപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഇച്ചിരി വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയ ശേഷം എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിക്കാം. എന്നിട്ട് ഉള്ളിയും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മുരിഞ്ഞ് വരണം. നല്ലപോലെ മുരിഞ്ഞ് വരുന്ന ശേഷം നമ്മളിത് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.